പാകിസ്ഥാൻ വ്യോമസേന തുർക്കിയിൽ നിന്നും അത്യാധുനിക ഡ്രോണുകൾ വാങ്ങാൻ ഒരുങ്ങുന്നതിനെ പ്രതിരോധിക്കാനുള്ള ചട്ടക്കൂട് ഒരുക്കുകയാണ് ഇന്ത്യ. ഓസ്ട്രേലിയയിൽ നിന്നും വികസിപ്പിച്ചെടുത്ത MQ-28 ഗോസ്പാറ്റ് ഡ്രോണുകൾ സ്വന്തമാക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. എന്തായാലും തുർക്കിയുടെ ബെയ്റാത്തക്കർ കിസ്ലമിലെ ഡ്രോണുകൾ പാകിസ്ഥാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടിങ്ങിനിടെയാണ് ഇന്ത്യയുടെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. സ്റ്റെൽത്ത് ശേഷിയുള്ള കിസ്ലൽമ ഡ്രോണുകൾ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ സാധ്യതയുണ്ട്. ഇതിന് ബദലായിട്ടാണ് ഗോസ്റ്റ് ബാറ്റിനെ ഇന്ത്യ പരിഗണിക്കുന്നത്. ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു അപൂർവ വവ്വാലിന്റെ പേരാണ് ഈ ഡ്രോണിന് നൽകിയിരിക്കുന്നത്. മറ്റു വവ്വാലുകളെ പോലെ പഴങ്ങളോ പ്രാണികളോ മാത്രമല്ല ഇവ കഴിക്കുന്നത്. ഇവ യഥാർത്ഥ മാംസഭോജികളാണ്. ഇരകളെ വേട്ടയാടി പിടിക്കുന്നതിനുള്ള ഇവയുടെ സവിശേഷമായ കഴിവുകളെയാണ് ഇവയെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരകളുടെ നേരിയ ചലനം പോലും പിടിച്ചെടുക്കാൻ കഴിയുന്ന ശക്തമായ സംവേദന ഇന്ദ്രിയങ്ങളാണ് ഗോസ്റ്റ് ബാറ്റ് വവ്വാലുകൾക്കുള്ളത്. ഇവയെ പോലെ ക്ഷമയോടെ കാത്തിരുന്ന് ശത്രുവിനെ വേട്ടയാടി നശിപ്പിക്കുവാനുള്ള കഴിവുള്ള പൈലറ്റ് ഇല്ലാത്ത വിമാനമാണ് MQ-28 ഗോസ്റ്റ് ബാറ്റ്. ബോയിങ് ഓസ്ട്രേലിയ വികസിപ്പിച്ചെടുത്ത ഈ ആളില്ലാ വിമാനം യുദ്ധവിമാനങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്.